മലയാളക്കരയെ പാടിയുറക്കിയ താരാട്ടുപാട്ടുകൾ വോളിയം 1. ശിശുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് താരാട്ടുപാട്ടുകളാണ്. നാടകങ്ങളിലൂടെയും കാസറ്റുകളിലൂടെയും സിനിമകളിലൂടെയും റേഡിയോകളിലൂടെയുമൊക്കെ പണ്ട് കാലം മുതൽ നാം താരാട്ടുപാട്ടുകൾ കേൾക്കുന്നുണ്ട്. ടെലിവിഷൻ വന്നതോടുകൂടി ടെലിവിഷനിലൂടെയും ധാരാളം താരാട്ടുപാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും സിനിമയിലൂടെയാണ് നമ്മൾ കൂടുതലും താരാട്ടുപാട്ടുകൾ കേട്ടിട്ടുള്ളത്. നല്ല താരാട്ടുപാട്ടുകൾ ഉണ്ടായിട്ടുള്ളതും സിനിമയിലാണ്. മലയാള സിനിമയുടെ തുടക്കം മുതൽ മലയാള സിനിമയിൽ താരാട്ടുപാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യകാലത്ത് അഭയദേവ് എഴുതിയ താരാട്ടുപാട്ട് കേട്ടാണ് കേരളത്തിലെ കുട്ടികൾ ഉറങ്ങിയിരുന്നത് എന്നു തന്നെ പറയാം. അഭയദേവ് എഴുതിയ താരാട്ടുപാട്ടുകൾക്കായിരുന്നു അക്കാലത്ത് ജനപ്രീതി. കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ വാശി പിടിച്ച് കരയുമ്പോൾ അമ്മമാർ അമ്മിഞ്ഞപ്പാല് കൊടുത്ത് കുഞ്ഞുങ്ങളെ ഉറക്കാൻ ശ്രമിക്കും. അമ്മിഞ്ഞപ്പാല് കുടിച്ചു കഴിഞ്ഞിട്ടും ഉറങ്ങാതെ വാശി പിടിച്ച് കരയുമ്പോൾ കുഞ്ഞുങ്ങളെ ഉറക്കാനുള്ള ഏക മാർഗമായിരുന്നു താരാട്ടുപാട്ടുകൾ. അമ്മ മാത്രമല്ല, അച്ഛനും കുഞ്ഞുങ്ങളെ താരാട്ടുപാട്ട് പാടി ഉറക്കിയിരുന്നു. ഇന്നും ഉറക്കുന്നുമുണ്ട്. അങ്ങനെ വാത്സല്യത്തിലും പരിലാളനത്തിലും സ്നേഹത്തിലും വെള്ളിത്തിരയിൽ പിറന്ന ശ്രുതിമധുരമായ കുറച്ച് താരാട്ടുപാട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. മലയാള സിനിമയിലെ ആദ്യത്തെ താരാട്ടുപാട്ട് 1950 റിലീസ് ചെയ്ത സ്ത്രീ എന്ന സിനിമയിൽ ഇരയിമ്മൻ തമ്പിയുടെ പ്രശസ്തമായ കൃതി ഓമനത്തിങ്കൾ കിടാവോ. ഓമന തിങ്കൾ കിടാവോ. ഈ കൃതി താരാട്ടുപാട്ടിന്റെ രൂപത്തിൽ ഉൾപ്പെടുത്തിയതാണെന്ന് പറയാം. ഇതാണ് മലയാളികൾ പാടിയ ആദ്യത്തെ താരാട്ടുപാട്ട്. തുടർന്ന് 1982 പുറത്തിറങ്ങിയ സ്വാതി തിരുനാൾ എന്ന സിനിമയിലും പ്രസ്തുത കൃതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ് ജാനകിയായിരുന്നു ആലപിച്ചത്. 1954 സ്നേഹസീമ എന്ന സിനിമയിൽ അഭയദേവ് രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ടാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ താരാട്ടുപാട്ടായി പരിഗണിച്ചിട്ടുള്ളത്. പി ലീലയും എം രാജയും ചേർന്ന് ആലപിച്ച ഈ ഗാനരംഗം സിനിമയിൽ അവതരിപ്പിച്ചത് സത്യനും പത്മിനിയും ചേർന്നാണ്. 1960 സീത എന്ന സിനിമയിൽ അഭയദേവ് രചന നിർവഹിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ എന്ന് തുടങ്ങുന്ന ഗാനം ആദ്യകാലത്തെ ശ്രുതിമധുരമായ മറ്റൊരു താരാട്ടുപാട്ടായിരുന്നു. ആദ്യകാല നായിക കുശലകുമാരിയായിരുന്നു ഈ ഗാനരംഗം അഭിനയിച്ച് അവതരിപ്പിച്ചത്. പി സുശീലയാണ് ഈ ഗാനം ആലപിച്ചത്. 1968 യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകിയ കാർത്തിക എന്ന സിനിമയിലെ എസ് ജാനകി ആലപിച്ച കൺമണിയെ കരയാതുറങ്ങൂ എന്ന താരാട്ടുപാട്ട് ഏറെ ഹൃദ്യമായിരുന്നു. സന്തോഷഭാവത്തിലും ദുഃഖഭാവത്തിലും രണ്ട് ഭാവത്തിൽ എസ് ജാനകി ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മറ്റൊരു താരാട്ടുപാട്ട് ആദ്യ കിരണങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണം നൽകി എസ് ജാനകി ആലപിച്ച ഊഞ്ഞാല ഊഞ്ഞാല എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് സൂപ്പർ ഹിറ്റായ താരാട്ടുപാട്ടാണ്. ചെമ്പരത്തി എന്ന സിനിമയിൽ വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകിയ പി മാധുരി ആലപിച്ച അമ്പാടി തന്നിലൊരു ഉണ്ണി എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ടും പുനർജന്മം എന്ന സിനിമയിൽ വയലാർ എഴുതി ദേവരാജൻ സംഗീതം നൽകി പി ലീല ആലപിച്ച ഉണ്ണിക്കൈ വളരെ വളരെ എന്ന താരാട്ടുപാട്ടും. ഈ താരാട്ടുപാട്ടുകൾ എല്ലാം തന്നെ ആദ്യകാലത്തെ ഹിറ്റ് താരാട്ടുപാട്ടുകൾ ആയിരുന്നു എന്നു മാത്രമല്ല, ഈ താരാട്ടുപാട്ടുകൾ അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും കുഞ്ഞുങ്ങളെ പാടിയുറക്കാൻ ഉപയോഗിച്ചിരുന്ന താരാട്ടുപാട്ടുകളായിരുന്നു. താരാട്ടുപാട്ടുകൾ വോളിയം 2 തുടരും.